ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. Hi, welcome back. Today, through this video, we are going to learn a new structure. ഈ വീഡിയോയിലൂടെ നമ്മളൊരു പുതിയ ഘടന, ഒരു വാചക ഘടന പഠിക്കുകയാണ്. We need to have 43 sentence structures to speak and write good English. സുന്ദരമായി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ, സുന്ദരമായി ഇംഗ്ലീഷ് എഴുതുവാൻ ആകെ വേണ്ടത് 43 ഘടനകളാണ്. അതിലെ ഒരു ഘടനയാണ് നമ്മൾ ഇവിടെ ഇന്ന് കാണുന്നത്. ഏതാണ് ആ ഘടന എന്ന് ചോദിച്ചാൽ ഇതാണ് 11F. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഈ വീഡിയോയിലൂടെ ഇത് പഠിപ്പിക്കുവാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ വാചക ഘടന പഠിപ്പിക്കുവാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്താണെന്ന് പറഞ്ഞു തരുവാനാണ്. സത്യത്തിൽ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം. എന്താണ് ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ പഠിച്ച ഒരു കാര്യത്തെ ശീലമാക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ടീച്ചിങ് മെത്തഡോളജിയാണ് ആൽഫ കോഡ് ഇംഗ്ലീഷ്. പഠിച്ച കാര്യങ്ങളെ ശീലമാക്കുവാൻ. അപ്പോൾ എന്തെങ്കിലും പഠിച്ചിട്ട് പോരെ അതിനെക്കുറിച്ച് അറിയുന്നത് എന്നുള്ള ചിന്തയാണ് ഈ വീഡിയോയിൽ ഒരു ഘടന പഠിപ്പിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കും. തൊട്ടു മുൻപുള്ള വീഡിയോയിൽ ഒരു ഘടന ഞാൻ പഠിപ്പിച്ചിരുന്നു. ഈ 43 ഘടനയിലെ സ്ട്രക്ചർ നമ്പർ 2 അത് പഠിപ്പിച്ചിരുന്നു. എത്ര പേര് അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വളരെ ലളിതമായൊരു ഘടനയായിരുന്നു. ഒരു പരിധിവരെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഘടനയായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും പറയുവാനുണ്ടായില്ല. 11F അത് ഏത് ഘടനയാണെന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. സബ്ജക്റ്റ് പ്ലസ് കുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അഡ്വർബിയൽ. തുടക്കക്കാരിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവർക്കത് മനസ്സിലാകണമെന്നില്ല. ഒബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റ് എന്താ, തേർഡ് ഫോം ഓഫ് ദ വേർബ് എന്താ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ വെറുതെ കൂടിയായിരിക്കുക. നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. എന്നാലും എനിക്കറിയാം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഡോണ്ട് വറി. ഇപ്പോൾ ആ ഘടനയിൽ ഒരു വാചകം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കാണാം. തൊട്ടു താഴെ അതിൻ്റെ മലയാളവും കാണാം. നീ അവനെ വിളിക്കണമായിരുന്നു എന്നുള്ളത്. തൊട്ടു മുൻപുള്ള വീഡിയോയിൽ മലയാളം തൊട്ടുപോകരുത്, തുടരുത് എന്ന് ആക്രോശിച്ച ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു മലയാള വാചകം കാണിച്ചത് എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇവിടെ നമ്മൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെയാണ് പറയുക എന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ പോലെ അവസാനിപ്പിക്കാം. അങ്ങനെ ഈ വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാം. 2-3 ഇതേപോലെയുള്ള ഉദാഹരണങ്ങൾ ഇംഗ്ലീഷിൽ കാണിച്ചിട്ട് അതിൻ്റെ മലയാളം തൊട്ട് താഴെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ ആദ്യം മലയാളത്തിൽ 2-3 ഈ ഘടനയിലെ വാചകങ്ങൾ കാണിച്ചിട്ട് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് പറഞ്ഞ് എനിക്കിവിടെ അവസാനിപ്പിച്ച് നിങ്ങളുടെ പ്രീതി നേടാം. 1 മിനിറ്റിലുള്ള അല്ലെങ്കിൽ 3 മിനിറ്റിലുള്ള വീഡിയോകൾ ആക്കി മാറ്റി നിങ്ങളുടെ ലൈക്സും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും, കൊമൻസ് രേഖപ്പെടുത്തുകയും ചെയ്യും. അത് മതിയെങ്കിൽ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം. 3-4 മലയാളം വാചകം തരാം, എന്നിട്ടതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞു തന്നാൽ മതിയോ? നിങ്ങൾ തന്നെ പറയുക. അങ്ങനെ കേൾക്കുവാൻ താല്പര്യമുള്ളവർക്ക് വീണ്ടും പറയട്ടെ, ഈ വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഉചിതമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ, ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ആ വീഡിയോകൾ കണ്ട് സംസാരിക്കുവാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ പറയുവാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയാണ്. ഇന്ന് ഈ ലോകത്ത് ഇങ്ങനെയൊരു വിശദീകരണം ഈ ഘടനയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ ഘടനകൾക്കും തരുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഞാൻ കേരളത്തെയല്ല വെല്ലുവിളിക്കുന്നത്, ഈ പറയുന്ന ഇന്ത്യയിലുള്ള ട്രെയിനേഴ്സിനല്ല വെല്ലുവിളിക്കുന്നത്, മറിച്ച് ഈ ലോകത്തെ തന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്.
ഇവിടെ എന്താണ് പ്രത്യേകിച്ച് പഠിക്കുവാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇവിടെ ആരും നിങ്ങൾക്ക് ഈ കുഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാചകത്തിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു തരാറില്ല. കുഡ് വയ്ക്കണം, സബ്ജക്റ്റ് കഴിഞ്ഞാൽ കുഡ് വേണം, പിന്നെ ഒരു ഹാവ് വേണം, അത് കഴിഞ്ഞാൽ തേർഡ് ഫോം ആവണം എന്ന് മാത്രമേ പറഞ്ഞു തരാറുള്ളൂ. കുഡ് എന്ന വാക്ക് ആ വാചകത്തിൽ എന്ത് സംഭാവനയാണ് കൊടുക്കുന്നത്? അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പോൾ കുഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ആ വാചകത്തിൽ ഏത് രീതിയിലാണ് നിൽക്കുന്നത്? അതുപോലെ തന്നെ ഹാവ് ഉണ്ട്. ഹാവ് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുക? ഒക്കെ വയ്ക്കണം എന്ന് മാത്രമല്ല, മറിച്ച് ആ ഹാവ് എന്ത് സംഭാവനയാണ് ആ വാചകത്തിൽ, ആ അർത്ഥതലത്തിൽ എന്ത് മാറ്റമാണ് അതുകൊണ്ട് ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ തേർഡ് ഫോം ഓഫ് ദ വേർബ്, നമ്മൾക്കറിയാലോ സെക്കൻഡ് ഫോം ഓഫ് ദ വെർബും തേർഡ് ഫോം ഓഫ് ദ വേർബും കോളിൻ്റെ ഒന്ന് തന്നെയാണെന്ന്. ഇന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് സെക്കൻഡ് ഫോം ഉപയോഗിക്കുക, തേർഡ് ഫോം ഉപയോഗിക്കുക എന്നല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് തേർഡ് ഫോം അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അതൊക്കെയാണ് നമ്മൾ ഈ ക്ഷമയുള്ള നിങ്ങളോടൊപ്പം പോകുമ്പോൾ ഞാൻ പറയുക. ക്ഷമയുള്ളവരാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളതെന്ന് വിശ്വസിച്ച് നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുകയാണ് ഇവിടെ ഈ 43 ഘടനയിലെ 11F എന്നുള്ളത്. ഓക്കെ, അതിനായിട്ട് ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യുന്നു, കാണുക. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു പുലിയെ ആണ്. ഈ പുലിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഘടന പഠിക്കുകയാണ്. ഓക്കെ, ചെറിയൊരു കഥയിലൂടെ ഈ ഘടന പഠിക്കുകയാണ്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ പഠിക്കുന്നത് 11F ആണെങ്കിലും അത് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ വേറൊരു ഘടനയെ ഇവിടെ ആശ്രയിക്കുകയാണ്. ഏതെന്ന് ചോദിച്ചാൽ സ്ട്രക്ചർ നമ്പർ 3. ആ ഘടന അറിയുമെങ്കിൽ ഈ ഘടന പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ട്രക്ചർ നമ്പർ 3 അല്ല ഇവിടെ പഠിപ്പിക്കുക. അതുകൊണ്ട് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇട്ടേച്ച് പോകരുത് തന്നെ. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഘടനയാണ്, കുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോം. അത് എളുപ്പത്തിൽ പഠിക്കുവാനായിട്ട് ആദ്യം നമ്മൾ സ്ട്രക്ചർ നമ്പർ 3 വെറുതെ ഒന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സാഹചര്യത്തിലേക്ക് പോകാം. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഗ്രാമീണർ. ഒരു ദിവസം അവിടെ സന്തോഷത്തിന് ഭംഗം വരുത്തിക്കൊണ്ട് ഒരു പുലി ആ ഗ്രാമത്തിൽ ഇറങ്ങുകയാണ്. ആ നാടിനെ ആകെ പരിഭ്രാന്തിയിലാഴ്ത്തിക്കൊണ്ട് ഒരു പുലി ഇറങ്ങുന്നു. പുലി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നു. അവിടെ ഇവിടെയും പുലിയെ ഗ്രാമീണർ കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഒരു പുലി ഒരു നാട്ടിലിറങ്ങിയാൽ എല്ലാവരും ഭയപ്പെടും എന്നുള്ളത്. എന്ത് ചെയ്യുവാൻ സാധിക്കും? വനപാലകരെ അറിയിച്ചു. അവരും ശ്രമത്തിലാണ് ഈ പുലിയെ പിടിക്കുവാനായിട്ട്. ഓക്കെ, അങ്ങനെ ഇരിക്കെ പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് കൂടുന്നു. ആ ഗ്രാമീണരെ എല്ലാവരെയും കൂട്ടിയിണക്കി ഒരു മീറ്റിംഗ് കൂടുന്നു. എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? ഈ പുലി ഇങ്ങനെയായാൽ ഇനി ഈ ഗ്രാമത്തിൻ്റെ സന്തോഷം അത് വീണ്ടും ഇല്ലാതാക്കും എന്ന് കരുതിക്കൊണ്ട് ഗ്രാമീണർ ഒത്തുചേർന്നു. അങ്ങനെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, രാമു എന്ന പേരുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് ആ പുലിയെ കെണിവെച്ച് പിടിക്കുവാൻ സാധിക്കും എന്ന് പറയുകയാണ്. എല്ലാവരും രാമുവിനെ നോക്കി. രാമു പറഞ്ഞു, ഐ ക്യാൻ ട്രാപ്പ് ദ ടൈഗർ എന്ന് രാമു പറയുകയാണ്. ഐ ക്യാൻ ട്രാപ്പ് ദ ടൈഗർ. ട്രാപ്പ് കെണിവെച്ച് പിടിക്കുക, ദ ടൈഗർ ഐ ക്യാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞു. എല്ലാ കണ്ണുകളും രാമുവിലേക്കായി. ഓക്കെ, രാമു പറഞ്ഞു, എനിക്ക് ഒരു കാര്യം നിങ്ങൾ ചെയ്തു തരണം. ഈ പുലിയെ കെണിവെച്ച് പിടിക്കുവാനായിട്ട് എനിക്ക് 2 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒരു നെറ്റ്, ഒരു വല ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ആട്ടിൻകുട്ടിയെയും ആവശ്യമുണ്ട്. നെറ്റ് എൻ്റെ കൈവശമുണ്ട്, ആട്ടിൻകുട്ടി നിങ്ങൾ തരണം. തന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ടൈഗറിനെ കെണിവെച്ച് പിടിക്കുവാൻ സാധിക്കും. ഐ ക്യാൻ ട്രാപ്പ് ദ ടൈഗർ എന്ന് പറയുകയാണ്. ക്യാൻ ട്രാപ്പ്. അതിൽ ഒരാൾ ഈ ആടിനെ കൊടുക്കാമെന്ന് ഏൽക്കുന്നു. ഓക്കെ, പിറ്റേ ദിവസമായി എല്ലാവരും ആകാംക്ഷയിലാണ് രാമു ഇന്ന് പുലിയെ പിടിക്കുമോ എന്നറിയാൻ. രാമു സ്ഥിരം പുലിയെ കാണാറുള്ള ആ പ്രദേശത്തേക്ക് പോയി
രാമുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വല അവിടെ വിരിച്ചു. പുലി സാധാരണ വരാറുള്ളൊരു പ്രദേശത്ത് രാമുവിൻ്റെ വല വിരിച്ച് ഇട്ടിരിക്കുകയാണ്. ഇനി വേണ്ടത് ആ ആട്ടിൻകുട്ടിയാണ്. ആട്ടിൻകുട്ടിയെ നോക്കിക്കൊണ്ട് രാമു നിൽക്കുകയാണ്. ആട്ടിൻകുട്ടിയെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടിയായിട്ട് എത്തി. രാമു ആ ആട്ടിൻകുട്ടിയെ കയറുകൊണ്ട് കെട്ടി ആ വലയുടെ മധ്യഭാഗത്ത് ഇടുകയാണ്, കൊണ്ടുവയ്ക്കുകയാണ്. ഇനി എന്ത് സംഭവിച്ചു എന്നറിയുവാൻ വീണ്ടും ഈ വീഡിയോ ക്ലിപ്പ് കാണുക. എങ്ങനെയാണ് രാമു അതിനെ നെറ്റ് വെച്ച് ട്രാപ്പ് ചെയ്യുന്നത് എന്ന് കാണുക. ഓക്കെ, ഐ ക്യാൻ ട്രാപ്പ് ദ ടൈഗർ. ആ വിശ്വാസത്തിൽ ഗ്രാമീണർ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. ഇനിയുള്ളത് സ്ക്രീനിൽ കാണുക. എന്താ സംഭവിക്കുക? പുലി വരുന്നു. ആട്ടിൻ കുട്ടിയെ നിങ്ങൾക്ക് കാണാം, വെളുത്ത് കാണാം. അതാ പുലി അങ്ങോട്ടേക്ക് വരുന്നു. രാമു എവിടെയുണ്ട്? ഇതാ രാമു നെറ്റിൽ പുലിയെ നിങ്ങൾക്ക് കാണാം. നെറ്റിൽ ആട്ടിൻകുട്ടിയും പുലിയും ഉണ്ട്. ഇപ്പോൾ നോക്കുക, നെറ്റ് വലിക്കുന്നു. അങ്ങനെ രാമു ആ പുലിയെ നെറ്റിൽ വീഴ്ത്തുന്നു, കെണിവെച്ച് പിടിക്കുന്നതിന് മുൻപ് ഐ ക്യാൻ ട്രാപ്പ് ദ ടൈഗർ എന്ന് പറഞ്ഞ് ആ ദൗത്യം രാമു ഏറ്റെടുത്തു. ഇപ്പോൾ അത് പ്രാവർത്തികമാക്കി. ഇനി ആ ഗ്രാമത്തിൽ എന്തു സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഒരു ചൂടുള്ള വാർത്ത പരക്കും എന്നുള്ളതാണ്. രാമു പുലിയെ പിടിക്കുമോ, കെണിവെച്ച് വീഴ്ത്തുമോ എന്ന ആകാംക്ഷയോടെ കാതോർത്തിരുന്ന ആ ഗ്രാമത്തിന് ആ ചൂടുള്ള വാർത്ത എത്തി. അതാണ് സ്ട്രക്ചർ നമ്പർ 3. ചൂടുള്ള വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ നമ്പർ 3 ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സ്ട്രക്ചർ നമ്പർ 3ക്ക് പല ഗുണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമുള്ള ഒരു ഗുണമാണ് യൂസേജാണ് ഇപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, രാമു അപ്പോൾ തന്നെ അറിയിക്കുകയാണ് ഗ്രാമത്തെ, ഐ ഹാവ് ട്രാപ്ഡ് ദ ടൈഗർ. പറയുക, ഐ ഹാവ് ട്രാപ്ഡ് ദ ടൈഗർ. അത് 3ാമത്തെ ഘടനയിലാണ് ഉള്ളത്. ആ വാർത്ത ഗ്രാമത്തിലെ തലവൻ എല്ലാവരെയും അറിയിക്കുന്നു. രാമു ആദ്യം പറഞ്ഞത് ഐ ഹാവ് ട്രാപ്ഡ് ദ ടൈഗർ എന്നാണ്. ചിലപ്പോൾ വാർത്തയിൽ വരുന്നത് എ വില്ലേജർ ഹാസ് ട്രാപ്ഡ് ദ ടൈഗർ എന്നായിരിക്കും. അല്ലെങ്കിൽ രാമുവിനെ അറിയാവുന്നവരോട് ആൾക്കാർ പറയുക രാമു ഹാസ് ട്രാപ്ഡ് ദ ടൈഗർ എന്നായിരിക്കും. എല്ലാം ഒരേ അർത്ഥമാണ്. ചൂടുള്ള വാർത്തയായിട്ട് ആ ഗ്രാമം എങ്ങും സന്തോഷത്തിലാണ്. ട്രാപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കുമ്പോൾ അത് പേരായിട്ട് അത് ഉപയോഗിക്കും. കെണി, എന്നെ ട്രാപ്പിൽപ്പെടുത്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് കെണി എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ട്രാപ്പ് നിൽക്കുന്നത് കെണി എന്നുള്ള അർത്ഥത്തിലല്ല, കെണി വെച്ച് പിടിക്കുക എന്ന അർത്ഥത്തിലാണ് കൊടുക്കുക. ക്രിയയായിട്ടാണ് നിൽക്കുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, ട്രാപ്പ് കെണി എന്ന് മാത്രമല്ല, കെണി വെച്ച് വീഴ്ത്തുക, കെണി വെച്ച് പിടിക്കുക എന്ന അർത്ഥം കൂടിയുണ്ട്. കഴിഞ്ഞു എന്ന് കാണിക്കാനായിട്ട്, ചെയ്തു എന്ന് കാണിക്കാനായിട്ട് ED കൊടുത്തു. ഓക്കെ, ആരാണ് രാമു പറയുമ്പോൾ ഐ എന്ന് പറയുന്നു, ഞാൻ. എന്തിനെയാണ് എന്ന് നോക്കുമ്പോൾ ദ ടൈഗർ. പിന്നെ എന്തിനാണ് വീണ്ടും ഒരു വാക്ക് അതിൻ്റെ ഇടയിൽ? അതില്ലാതെ തന്നെ അർത്ഥമുണ്ടല്ലോ. ഓക്കെ, പിന്നെ എന്തിനാണ് വെറുതെ ഒരു ചെറിയ വാക്കിനെ കൂടി അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതാണ് ആ ചൂട് കൈമാറുന്നത്, ആ വാർത്തയുടെ ചൂട് മറ്റുള്ളവരിൽ എത്തിക്കുന്നത്. ഇപ്പോൾ ഈ പ്രവൃത്തി നടന്നിട്ട് അധികം സമയമായില്ല എന്നുള്ള ചിന്തയിലേക്കൊക്കെ ആ കാര്യത്തെ കൊണ്ടുപോകുന്നത് ഹാവാണ്. ചൂടുള്ള വാർത്ത എന്ന് പറയുമ്പോൾ ആ ചൂട് അതിന് നൽകുന്നത് ഹാവാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വാർത്ത ചൂട് ഉള്ള വാർത്തയായിട്ട് പരക്കുമ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്ന വാക്ക് അവിടെ വരികയും അതിന് കുറച്ച് ചൂട് കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ ഹാവ് എവിടെയാണ്, ഹാസ് എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് 3 പഠിക്കുമ്പോൾ പഠിക്കാം. ഐയുടെ കൂടെ ഹാവാണ് വരിക എന്ന് മാത്രം ഓർക്കുക. ഇവിടെ ED കാണിക്കുന്നത് ഈ പ്രവൃത്തി കഴിഞ്ഞു എന്നാണെങ്കിലും ആ പ്രവൃത്തി ഇപ്പോഴും വർത്തമാനകാലത്തെ പ്രണയിച്ച് നിൽക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഹാവ് ഇവിടെ കൊടുത്തിരിക്കുക. ഇത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും വർത്തമാനകാലമായിട്ട് പ്രണയമുണ്ട് എന്ന് കാണിക്കാനാണ് ഹാവ് കൊടുത്തിരിക്കുക. അതായത് ഇതിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ റിലവൻസ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും പ്രസൻറ്റിൽ
നിഴലിക്കുന്നു എന്ന് ഹാവ് വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാകും ഇല്ലേ? ആ ബ്ലീഡിങ് എന്ന് പറയുന്നത് മുറിഞ്ഞതിൻ്റെ റിസൾട്ട് പ്രസൻറ്റിൽ കാണുന്നതാണ്. മുറിഞ്ഞു കഴിഞ്ഞാൽ കയ്യിലെ വേദന, ഒരു പടക്കം പൊട്ടിയാൽ പൊട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ പുക പോലെ, ഒരു പെർഫ്യൂം അടിച്ചാൽ അത് കഴിഞ്ഞെങ്കിലും അതിൻ്റെ മണം നിൽക്കുന്നത് പോലെ ഇല്ലേ? ഒരു മരണ വീട്ടിലെ കരച്ചിൽ പോലെ ഇതിനെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഹാവ് ചെയ്യുന്നത് അതാണ്. കഴിഞ്ഞെങ്കിലും അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ റിലവൻസ് ഇപ്പോഴും വർത്തമാനകാലത്തിലുണ്ട് അല്ലേ? ഇതിൻ്റെ റിസൾട്ട് ഉണ്ട്, ഹാവിൻ്റെ അർത്ഥം ഉണ്ട് എന്ന് തന്നെയാണല്ലോ. ഓക്കെ, ഐ ഹാവ് ട്രാപ്ഡ് ദ ടൈഗർ, ദ ഡിസ്റ്റർബൻസ് ഈസ് നൗ ഓവർ. ഇപ്പോൾ ഡിസ്റ്റർബൻസ് ഇല്ല എന്ന് പറയുന്നത് ഈ ട്രാപ്ഡിൻ്റെ റിസൾട്ടാണ് പ്രസൻറ്റിൽ. ഓക്കെ, വർത്തമാനകാലത്തിൽ ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിൽ ഈ ട്രാപ്ഡ് എന്ന ആ ക്രിയ നടന്നതിൻ്റെ റിസൾട്ടാണ്. ആ റിസൾട്ട് ഉണ്ട് എന്ന് കാണിക്കാനാണ് ഹാവ് ഇവിടെ വെച്ചിരിക്കുക. അടുത്ത വാചകം നോക്കുക. അതുപോലെ തന്നെ യു ഡോണ്ട് ഹാവ് ടു വറി എനിമോർ. ഇനി നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി നിങ്ങൾ വറിയാകേണ്ട ആവശ്യമില്ല. കാരണം ഐ ഹാവ് ട്രാപ്ഡ് ദ ടൈഗർ. ഇതിലേതെങ്കിലും ഒരു മെസ്സേജ് ആയിരിക്കാം രാമു വാട്സപ്പ് ഇൻബോക്സിലൂടെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകളിലേക്ക് കൈമാറിയത്. ഓക്കെ, 3A മാത്രം എടുത്ത് പഠിക്കുന്ന വീഡിയോയിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നമ്മൾക്കത് കാണാം. ഇപ്പോൾ ഇത്രയും നിൽക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ ഈ വീഡിയോ, അതിലേക്കാണ്. സ്ട്രക്ചർ നമ്പർ 11F അത് പഠിക്കുവാനാണ് ഇനിയുള്ള സമയം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സാഹചര്യം മാറ്റുകയാണ്. ഇപ്പോൾ കണ്ട സാഹചര്യം മറന്നേക്കുക, പുതിയ സാഹചര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഒന്നുകൂടി പറയട്ടെ, ആ സാഹചര്യം നിങ്ങൾ മറന്നേക്കുക. അത് സ്ട്രക്ചർ നമ്പർ 3 നമ്മളത് പഠിച്ചു, അത് അവിടെ അവസാനിപ്പിച്ചു. ഇതൊരു പുതിയ ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. കുറച്ചു കാര്യം പഴയതുപോലെ തന്നെയാണ്. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ പുലി ഇറങ്ങുന്നു, പുലി പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. ഗ്രാമീണരെല്ലാവരും ഭയപ്പാടിലാകുന്നു. എന്തു ചെയ്യും എന്ന് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ഗ്രാമനിവാസികൾ ഒത്ത് ചേരുന്നു. അതിൽ എഴുന്നേറ്റ് നിന്ന് രാമു എന്ന ആ ധൈര്യവാൻ പറയുന്നു, ഐ ക്യാൻ ട്രാപ്പ് ദ ടൈഗർ എന്ന് പറയുന്നു. ഐ ക്യാൻ ട്രാപ്പ് ദ ടൈഗർ എന്ന് പറയുന്നു. എനിക്ക് ആ ടൈഗറെ കെണിവെച്ച് വീഴ്ത്തുവാൻ സാധിക്കുമെന്നുള്ള മെസ്സേജ് ഗ്രാമീണർക്ക് കൊടുക്കുന്നു. ആ ഉത്തരവാദിത്വം അയാളെ ഏൽപ്പിക്കുകയാണ് ആ ഗ്രാമം. അദ്ദേഹത്തിന് വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്നൊരാടാണ്, ഒന്നൊരു നെറ്റാണ്. നെറ്റ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്, ആടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടത്, എനിക്കൊരു ആടിനെ നിങ്ങൾ തരണം. പിറ്റേ ദിവസം രാമു ആ സ്ഥലത്തേക്ക് പോവുകയാണ്. നിത്യവും പുലിയെ കാണുന്ന ആ പ്രദേശത്തേക്ക് പോകുന്നു. അവിടെ ഈ നെറ്റ് അദ്ദേഹം വിരിക്കുകയാണ്. ഇനി വേണ്ടത് ആടാണ്. പക്ഷേ ആട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയ ആൾ കൊണ്ടുവരുന്നില്ല, അയാളെ കാണുന്നില്ല. പുലിയെ ആകർഷിക്കണമെങ്കിൽ ആട് അനിവാര്യമാണ്, പക്ഷേ അയാൾ വരുന്നില്ല. ആടില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് പറ്റാതെയാകുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെല്ലാവരും ആടിനെ കാത്തു നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു, പക്ഷെ കയ്യിൽ ആടില്ല. അദ്ദേഹത്തിന് ചോദിച്ചു, എവിടെയാണ് ആട്? അദ്ദേഹം പറഞ്ഞു, ആടിനെ കിട്ടിയില്ല. പല സ്ഥലത്തും അന്വേഷിച്ചു, പലയിടങ്ങളിലും ഈ ഗ്രാമത്തിൽ പോയി, തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ വരെ പോയി, അവിടെയൊന്നും ഒരാടില്ല എന്ന് പറയുകയാണ്. വേറെ ഒന്നിനും നിർവാഹമില്ലാത്ത ഒരവസ്ഥ. ഐ ക്യാൻ ട്രാപ്പ് ദ ടൈഗർ എന്ന് വളരെ അധികം ആത്മധൈര്യത്തോടെ ആ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞതാണ് രാമു. ഐ ക്യാൻ ട്രാപ്പ് ദ ടൈഗർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നെറ്റ് അവിടെ വിരിച്ചതും ആടിനെ പ്രതീക്ഷിച്ച് നിന്നതും. പക്ഷേ ആടില്ല എന്ന അവസ്ഥയിലേക്ക് മാറുന്നു, ആടിനെ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു. രാമുവിൻ്റെ ചിന്തയിലേക്ക് ഇനി ആട് വരികയില്ല എന്ന ചിന്ത കടന്നു വന്ന് കഴിയുമ്പോൾ പിന്നെ ഐ ക്യാൻ ട്രാപ്പ് ദ ടൈഗർ എന്ന് പറയുവാൻ സാധിക്കില്ല. കാരണം രാമുവിൻ്റെ മനസ്സ് പറയുന്നത് എന്താണ്? ഇനി അവിടെ ഒരാടിനെ കിട്ടുവാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാമു പിന്നെ പറയുന്നത് ക്യാനല്ല, എന്താണ്? ആടിനെ കിട്ടാത്തത് കൊണ്ട് കുഡായി മാറി, കഴിയുമായിരുന്നു എന്ന്. അതായത് കഴിയും എന്ന് പറഞ്ഞത് കഴിയുമായിരുന്നു എന്ന തലത്തിലേക്ക് രാമുവിൻ്റെ മനസ്സ് മാറ്റി. എനിക്കതിന് കഴിയുമായിരുന്നു, ആടുണ്ടായിരുന്നെങ്കിൽ എനിക്കതിന് കഴിയുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലേക്ക് മാറി.
ഐ കുഡ് ട്രാപ്പ് ദ ടൈഗർ. എനിക്കതിന് കഴിയുമായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാം? എവിടെയാണ് ആട്? നമ്മളെപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു കാർ വാങ്ങിക്കുവാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ബൈ എ കാർ, അല്ലേ? എനിക്ക് അവളെ അറിയിക്കുവാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഇൻഫോം ഹർ. പക്ഷേ എന്താണ്, ഫോണിൽ പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു തലത്തിലേക്കാണ് അത് മാറുക. ഇവിടെ നമ്മൾ പഠിക്കുന്നത് 11F ആണ്. അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാകും, ഇനി ആടിനെ കിട്ടുവാൻ വഴിയില്ലെങ്കിൽ ആ കാര്യം കഴിഞ്ഞില്ലേ, അപ്പോൾ ഇവിടെ ഈടി ചേർക്കണ്ടേ എന്നുള്ള സംശയമുണ്ടാകും. ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പറ്റില്ലല്ലോ, ഇല്ലേ? ആട് കിട്ടില്ല എന്ന് ഉറപ്പായാൽ ഇവിടെ ഈടി ചേർക്കണ്ടേ എന്ന്. അപ്പോൾ മറ്റുള്ള ആൾ ചോദിക്കും, അതെങ്ങനെ ഈടി ചേർക്കുക? ഈടി ചേർത്താൽ അത് നടന്നു എന്നല്ലേ സൂചിപ്പിക്കുക? ഇവിടെ ആടിനെ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് പുലിയെ ട്രാപ്പ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അവിടെ ഈടി കയറ്റിയാൽ ചെയ്തു എന്നുള്ള അർത്ഥം വരില്ലേ? അപ്പോൾ വാചകം തെറ്റിപ്പോവില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മറ്റാൾ പറയും, ഇല്ല, എന്താണ്, അവിടെ കുഡ് നിൽക്കുന്നുണ്ട്, കുഡ് കഴിയുമായിരുന്നു എന്ന രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തില്ല, കഴിഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ കുഡ് അങ്ങനെ പറഞ്ഞുകൊള്ളും, ഇല്ലേ? കുഡ് ക്യാൻ മാറി കുഡ് വന്നപ്പോൾ കഴിയുമായിരുന്നു എന്നാണ്. അവിടെ ട്രാപ്പ് ചെയ്തിട്ടില്ല എന്ന് കുഡ് പറയും. ഇനി അതിൻ്റെ സാഹചര്യം കഴിഞ്ഞു പോയെന്ന് എന്ത് പറയും? ഈഡി പറയും, ഇല്ലേ? ഇനി അതിന് സാധ്യതയില്ല എന്ന് ചിന്തിക്കുവാൻ ഈഡിയും സഹായിക്കും. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അങ്ങനെ കാണിക്കുവാൻ പറ്റില്ല എന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും അവരുടെ രീതി നല്ലതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എന്തുകൊണ്ടാണ് ആടിനെ കിട്ടിയില്ല, അതുകൊണ്ട് ഈടി ചേർത്ത് ആ വാചകത്തെ അവസാനിപ്പിച്ച് കളയാത്തത്? ഓക്കെ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈടി കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം എന്താണ്? ചെറിയ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇല്ലേ? എനിക്ക് കഴിയുമായിരുന്നു, പക്ഷേ ആടില്ല. ഒരു ആടുണ്ടായിരുന്നെങ്കിൽ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോഴും ചെറിയ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു 90% നടക്കില്ലെങ്കിലും ഒരു 10% സാധ്യത അപ്പോഴും ഉണ്ട്. എന്താ കാരണം? ആടിനെ കിട്ടിയിരുന്നുവെങ്കിൽ എനിക്കതിനെ കെണി വെച്ച് പിടിക്കുവാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോഴും എവിടെ നിന്നെങ്കിലും ഒരാടിനെ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ വേറൊരു ഗ്രാമത്തിലായിരിക്കാം, കുറച്ച് അകലെയുള്ള ഗ്രാമത്തിലായിരിക്കാം. കാര്യം ആ നാട് പരിഭ്രാന്തിയിലാണല്ലോ. അപ്പോൾ ആടിനെ കിട്ടിയിട്ടില്ല എന്നറിഞ്ഞവർ വേറെ സ്ഥലങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് ഒരാടിനെ വേണമെങ്കിൽ കൊണ്ടുവരുവാനുള്ള ഒരു സാധ്യത അപ്പോഴും അവിടെ കിടക്കുന്ന കാരണമാണ് അതിലേക്ക് ഈടി ചേർത്ത് ഇപ്പോഴും അത് ക്ലോസ് ചെയ്ത് കളയാത്തത്. കുഡ് വന്ന കാരണം ട്രാപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥം അതിൽ കൊടുക്കുന്നുണ്ട്. കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ അത് അവിടെ നടന്നിട്ടില്ല എന്ന് കുഡ് അപ്പോഴും വിളിച്ചു പറയുമെങ്കിലും ഈടി ചേർത്ത് ആ കാര്യം കഴിഞ്ഞു എന്ന് പറയാത്തതിൻ്റെ കാരണം അവിടെ ഒരു ചെറിയ സാധ്യത എവിടെന്നെങ്കിലും കൊണ്ടുവരാമല്ലോ, അതിന് ഒഴിച്ചിടുവാൻ വേണ്ടിയിട്ടാണ് ട്രാപ്പ് ആയിട്ട് തന്നെ നിൽക്കുന്നത്, ബേസ് ഫോമിൽ തന്നെ നിൽക്കുന്നത് ഐ കുഡ് ട്രാപ്പ് ദ ടൈഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഐ കുഡ് ട്രാപ്പ് ദ ടൈഗർ, എനിക്ക് ആടിനെ കെണിവെച്ച് പിടിക്കുവാൻ കഴിയുമായിരുന്നു, ബട്ട് ആടില്ല എന്ന അർത്ഥത്തിൽ ആ സാഹചര്യം നിൽക്കുകയാണെന്ന് കരുതുക. ഓക്കെ, ഐ കുഡ് ട്രാപ്പ് ദ ടൈഗർ എന്ന സാഹചര്യം അവിടെ 10% സാധ്യതയിൽ നിൽക്കുന്നതാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ നിൽക്കെ വാട്സപ്പ് ഇൻബോക്സിൽ പുതിയ വാർത്ത വരുന്നു. രാമുവിൻ്റെ ഇൻബോക്സിലും അവിടെ കൂടിയിരുന്ന ആടിനെ കിട്ടുമോ എന്ന് കാത്തിരുന്ന ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇതാ മെസ്സേജ് വരുന്നു. എ ഫോറസ്റ്റ് ഒഫീഷ്യൽ ഹാസ് കിൽഡ് ദ ടൈഗർ എന്ന ഒരു വാർത്ത പരക്കുകയാണ്. ഹാസ് കിൽഡ്, അതാണ് ഹോട്ട് ന്യൂസായിട്ട് മാറിയത്. ഇതാ ആ ചത്തുകിടക്കുന്ന പുലിയെ നിങ്ങൾക്ക് കാണാം. ഹാസ് കിൽഡ് എന്നുള്ളതാണ്. അക്രമകാരിയായപ്പോൾ അവർ വെടിവെച്ച് അതിനെ കൊന്നുവെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വാർത്തയാണ് പരക്കുന്നത് നാടെങ്ങും. എ ഫോറസ്റ്റ് ഒഫീഷ്യൽ ഹാസ്, അദ്ദേഹത്തിന് മാത്രമാണ് അങ്ങനെ അനുവാദമുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമ്മൾക്ക് വെടിവെക്കുവാനുള്ള അനുവാദമില്ല. അപ്പോൾ ഫോറസ്റ്റ് ഒഫീഷ്യൽ ഹാസ് കിൽഡ് എന്ന വാർത്ത പരക്കുകയാണ്. ഓക്കെ, ഐ കുഡ് ട്രാപ്പ് ദ ടൈഗർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്ലോസ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈടി ചേർത്ത് ആ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്ത് കളയാം. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമുക്ക് ട്രാപ്പിനെ അങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല. ആടിനെ കൊണ്ടുവന്നാലും കാര്യമില്ല, ഓൾറെഡി പുലിയെ കൊന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഐ കുഡ് ട്രാപ്പ് ദ ടൈഗർ എന്ന്
പറഞ്ഞിട്ട് കാര്യമില്ല. ആ 10% സാധ്യതയ്ക്ക് കാത്തിരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായി മാറുന്നു? ട്രാപ്ഡായി മാറുന്നു. ഓക്കെ, ഇവിടെ ട്രാപ്ഡിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നടന്നു എന്നല്ല. ഇവിടെ ഇടി ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ഇനി അതിനുള്ള സാഹചര്യമില്ല, ആ ചാൻസ് കഴിഞ്ഞിരിക്കുന്നു, ഇനി ആ ചാപ്റ്റർ അധ്യായം നമ്മൾ ക്ലോസ് ചെയ്തു എന്ന് കാണിക്കാനാണ് ഇടി. നമ്മുടെ മനസ്സിലുള്ള ട്രാപ്ഡ് എന്താണ്? നടന്ന് കഴിയുമ്പോഴാണ് ഇടി ചേർക്കുക എന്നുള്ളതാണ് അല്ലേ? പക്ഷെ ഇവിടെ ഈ ട്രാപ്ഡ് സൂചിപ്പിക്കുന്നത് ഇനി ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുവാനാണ് ഇടി കൊടുത്തത്. അങ്ങനെ ഒരു പരിവേഷം ഈ ട്രാപ്ഡിന് കൊടുത്തത് ആരാണ്? അതാണ് കുഡ്. ഈ കുഡ് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനർത്ഥം വരുന്നത് ഇനി അത് ചിന്തിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ. കാരണം ഇത് കഴിയുമായിരുന്നു എന്ന് തന്നെയാണ്. ഇത് തേർഡ് ഫോമാണ്. തേർഡ് ഫോമിന് പല കളി കളിക്കുവാൻ സാധിക്കും. സെക്കൻഡ് ഫോമിന് ഒറ്റ അർത്ഥമുള്ളൂ എങ്കിൽ ഈ തേർഡ് ഫോമിന് പല ചിന്തകളും കൊടുക്കുവാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ നടന്നുവെന്ന് ചിലപ്പോൾ കാണിക്കുവാൻ സാധിക്കും. ട്രാപ്ഡ് എന്ന വാക്കിന് യഥാർത്ഥത്തിൽ നടന്നുവെന്ന് തന്നെ കാണിക്കുവാനുള്ള കഴിവുണ്ട്. ഈ സഹായക്രിയ മാറുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിന് ആ അർത്ഥം തന്നെ വരും, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഐ ഹാഡ് ട്രാപ്ഡ് അതൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ്. ഐ ഹാവ് ട്രാപ്ഡ് അത് നടന്നു കഴിഞ്ഞിട്ടാണ്. അത് അതിലേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ സഹായക്രിയകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുഡ് ചേർന്നത് കൊണ്ട് നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ആയി എന്നുള്ള അർത്ഥത്തിലേക്ക് ഈ ട്രാപ്ഡ് മാറുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞത് തേർഡ് ഫോമാണിത്. തേർഡ് ഫോമിന് പല കളിയും കളിക്കുവാൻ സാധിക്കും. ആ കളി പൂർണ്ണമാക്കി കൊടുക്കുന്നത് ഈ ഇവിടെ നിൽക്കുന്ന സഹായക്രിയകളാണ്. എന്തർത്ഥത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് ഇതിൽ മാത്രം നോക്കിയാൽ കാര്യമില്ല. ഓക്കെ, ഇതിലുകൂടി നോക്കിയാലേ അതിന് നമുക്ക് സാധ്യമാകുകയുള്ളൂ. ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ടെങ്കിലും അത് പറയുന്നുണ്ടെങ്കിൽ വർത്തമാനകാലത്തിൽ അത് പറയുമ്പോൾ അത് പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് വീണ്ടും ഹാവ് അതിൻ്റെ ഇടയിൽ കയറുകയാണ്. മനസ്സിലാകുന്നുണ്ട്? ഹാവ് അതിനാണ് വന്ന് നിൽക്കുന്നതെങ്കിലും വ്യാകരണപരമായി ഇതിനെ കാണുമ്പോൾ തേർഡ് ഫോമിൻ്റെ മുൻപിൽ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് നേരെ നിൽക്കുവാനായിട്ട് സാധ്യമില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗണത്തിലുള്ള വാക്കുകൾ, കുറച്ച് വാക്കുകൾ ഞാൻ പറയാം. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നേരിട്ട് അതിനോട് ചേർന്ന് തേർഡ് ഫോം ഈടിക്ക് നിൽക്കുവാൻ സാധിക്കില്ല, തേർഡ് ഫോം നിൽക്കുവാൻ സാധിക്കില്ല. അതിനെപ്പോഴും ഹാവിൻ്റെ തുണ വേണം. ഹാവ് എന്ന ആ കൂട്ടുകാരനെ ഇടയിൽ നിർത്തിയിട്ടാണ്, ഇടയിൽ കയറി നിന്നിട്ടാണ് വാചക പൂർത്തീകരണം സംഭവിക്കുക എന്ന് ഓർക്കുക. ഹാവ് മാത്രമല്ല, പലതും ഇടയിൽ വരാം. എന്നാൽ വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ് എന്ന അങ്ങനെയുള്ള ആ ഗണത്തിൽ വരുന്ന വാക്കുകൾക്ക് നേരിട്ട് ഇതേപോലെ തേർഡ് ഫോമുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഇതിന് പകരം വേറെ ഏത് വാക്കുകൾ വരാമെന്നുള്ളത് നമ്മൾക്കറിയാലോ. 43 ഘടനകൾ ഉണ്ടല്ലോ. 43 ഘടനകൾ ഉണ്ടെന്ന് നമ്മൾക്കറിയാം. ആ 43 ഘടനകളിൽ കുറേ ഘടനകളിൽ ഈ തേർഡ് ഫോമാണ് കയറി വരുന്നത്. അവിടെ ഹാസ് വരുന്നുണ്ട്, ഹാവ് വരുന്നുണ്ട്, ഈസ് വരാം, ആം വരാം, വാസക്ക് വരാം. ഇപ്പം 43 ഘടനയിൽ തേർഡ് ഫോമിന് മുമ്പിൽ ഈസ് വയ്ക്കുന്നത് ഒരു ഘടനയാണ്. 43 ഘടനയിൽ തേർഡ് ഫോമിന് മുൻപ് വാസ് വയ്ക്കുന്നത് വേറൊരു ഘടനയാണ്. ഓക്കെ, 43 ഘടനകളിൽ തന്നെയാണ് അവയുള്ളത്. ഇപ്പോൾ ഈ ഘടനയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കുഡ് ഈ വാചകത്തിലേക്ക് കൊടുക്കുന്ന സംഭാവന എന്താണെന്ന് നോക്കാൻ നമുക്ക്. ഇറ്റ് വാസ് പോസിബിൾ, ഈ കാര്യത്തിന് സാധ്യതയുണ്ടായിരുന്നു. ദർ വാസ് എ ചാൻസ്, അങ്ങനൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ദ എബിലിറ്റി ഓർ ഓപ്പർച്യൂണിറ്റി, അവസരമുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് യൂസ് ഇറ്റ്, ഞാനത് ചെയ്തില്ല എന്നുള്ള അർത്ഥമാണ് കുഡ് കൊടുക്കുന്നത്. ഐയോടുകൂടി കുഡ് നിൽക്കുമ്പോൾ ഹിയോടുകൂടി, ഷീയോടുകൂടി ആരുടെ കൂടെ നിന്നാലും ഇറ്റ് വാസ് പോസിബിൾ, ഈ കാര്യത്തിന് ഒരു സാധ്യതയുണ്ടായിരുന്നു ഇങ്ങനെ ആകുവാൻ. ദർ വാസ് എ ചാൻസ്, അത് നടന്നില്ല, ആടിനെ കിട്ടിയില്ല. ഐ ഹാഡ് ദ എബിലിറ്റി, എനിക്ക് കഴിവുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് യൂസ് ഇറ്റ്, എനിക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല, കാരണം ആടുണ്ടായിരുന്നില്ല എന്നർത്ഥമാണ് കുഡ് അവിടെ കൊടുക്കുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ മുകളിൽ കാണുന്ന വാചകം 11F-ലുള്ളതാണ്. ഐ ഹാവ് സീൻ മദർ തെരേസ എന്നുള്ളത് സ്ട്രക്ചർ നമ്പർ 3-ലുള്ളതാണ്. 3 എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചു. ചൂടുള്ള വാർത്തകൾ കൈമാറ്റം ചെയ്യുവാനാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെ തീർന്നെങ്കിലും പ്രസൻറ്റുമായിട്ട് ബന്ധമുണ്ട് എന്ന് കാണിക്കുവാനാണ് എന്ത് കൊടുക്കുക, ഹാവ് കൊടുക്കുക.
ഐ ഹാവ് ട്രാപ്ഡ് ദ ടൈഗർ നമ്മൾ കണ്ടു. എന്നാൽ ഇവിടുത്തെ അർത്ഥം നോക്കുക, ഐ ഹാവ് സീൻ മദർ തെരേസ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതെങ്ങനെ ശരിയാവും? മദർ തെരേസ മരിച്ചിട്ട് കുറേ നാളായില്ലേ? ഇപ്പോൾ നമ്മൾ പഠിച്ച രീതിയിൽ നോക്കുകയാണെങ്കിൽ മദർ തെരേസയെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ മനസ്സിലെ സന്തോഷത്തോടെ കൂടെ പറയുമ്പോഴാണ് ഐ ഹാവ് സീൻ മദർ തെരേസ, ഐ ഹാവ് സീൻ മദർ തെരേസ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച രീതിയിൽ മദർ തെരേസയെ കണ്ടു, അതിൻ്റെ റിസൾട്ട് നമ്മളിലുണ്ട്. എന്താ റിസൾട്ട്? ആ സന്തോഷം എന്ന രീതിയിലല്ലേ നമ്മൾ ഐ ഹാവ് സീൻ മദർ തെരേസ എന്ന് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ മദർ തെരേസ മരിച്ചിട്ട് കുറേ നാളായി, അപ്പോൾ ഇന്ന് ഈ വാചകം പറയുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അത് പറയുവാൻ സാധിക്കും. എങ്ങനെയാണ്? അത് സാഹചര്യമാണ് ആ അർത്ഥവ്യത്യാസം നമ്മൾക്ക് നൽകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ആ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പണ്ട് നടന്ന കാര്യമാണോ ഇപ്പോൾ നടന്ന കാര്യമാണോ എന്നുള്ളത് സാഹചര്യം നമ്മൾക്ക് മനസ്സിലാക്കി തരും. അവനിവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട്. അവനിവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട് മലയാളത്തിലില്ലേ? ഒന്ന്, ഇപ്പോൾ വന്ന അവനെ കാണാമെന്നുള്ള അർത്ഥമുണ്ട്. പണ്ടേ എങ്ങോ വന്നിട്ടുണ്ട് എന്നുള്ള അർത്ഥമുണ്ട്, ഇല്ലേ? അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? അവനിവിടെ വന്നിട്ടുണ്ട്, വേഗം വന്നാൽ കാണാം, അപ്പോൾ അതിനൊരർത്ഥമാണ്. ഇനി പറയുകയാണ്, അവനിവിടെ വന്നിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, കുറേ നാളായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല എന്ന് പറയുമ്പോൾ പണ്ടാണ് നടന്നതെന്ന് ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മദർ തെരേസ മരിച്ചിട്ട് കുറേ നാളായെങ്കിലും ആ കണ്ടത്, അതിൻ്റെ ആ എക്സ്പീരിയൻസ് ഇന്നും ഞാൻ മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാവർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ്, അത് എനിക്ക് സാധിച്ചു എന്ന രീതിയിൽ ഒരു വീമ്പ് പറയുവാനൊക്കെ എന്ന രീതിയിൽ ഇതിന് അർത്ഥം കൊടുക്കുന്നു. അതായത് ഇന്നും ആ എക്സ്പീരിയൻസ് ഈസ് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ്. ഇതൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഈസ് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ഓർ മീനിങ് ഫുൾ ടു മീ നൗ. ഇന്നും അതെനിക്ക് പ്രസൻറ്റിൽ മീനിങ് ഫുള്ളാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം എന്ന് വരുമ്പോൾ നമ്മൾ പറയുന്നത് ഇതേ ഘടനയിലാണ് ഐ ഹാവ് സീൻ മദർ തെരേസ. അപ്പോൾ ഹാവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നും എനിക്ക് അതിന് പ്രാധാന്യം ഞാൻ കൊടുക്കുന്നു. എക്സ്പീരിയൻസ് ഇന്നും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ അർത്ഥമുള്ളതാണ് എനിക്ക് എന്ന അർത്ഥത്തിലാണ് ഈ വാചകത്തിൽ ഹാവ് കൊടുക്കുക. അപ്പോൾ സ്ട്രക്ചർ നമ്പർ 3യുടെ വേറൊരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി. നമ്പർ 3ക്ക് 2 ഉപയോഗം വെറുതെ ഒന്ന് നമ്മൾ കണ്ടു. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ നമ്പർ 3യിൽ പഠിക്കും. ഇനി വേറെ ഉപയോഗം ഉണ്ടെങ്കിൽ അതും ആ സ്ട്രക്ചർ നമ്പർ 3യെ നമ്മൾ ഇതേപോലെ എടുത്ത് പഠിക്കുമ്പോൾ പഠിക്കും. ഇവിടെ കുഡ് ഹാവ് എന്ന് പറയുന്നതിൽ ഹാവ് കാണിക്കുന്നത് ഇതാണ്. ഇവിടെ ഹാവ് എന്താ കൊടുക്കുന്നത്? ഇറ്റ് സ്റ്റിൽ മാറ്റേഴ്സ് ഓർ ഈസ് ബീയിങ് ഡിസ്കസ്ഡ് നൗ. ഇതിപ്പോഴും ഒരു ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് മാറ്ററാണ്. കാര്യം കഴിഞ്ഞെങ്കിലും അത് മാറ്ററാണ്. രാമുവിനെ കുറ്റപ്പെടുത്തി ആരെങ്കിലും പറയുകയാണ്, നീ ഐ ക്യാൻ ട്രാപ്പ് ദ ടൈഗർ എന്നൊക്കെ പറഞ്ഞ് പോയതല്ലേ, പിന്നെ എന്ത് പറ്റിയിടാ, വലിയ ആൾ വന്നിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഫോറസ്റ്റുകാർ ചുണക്കുട്ടികൾ അതിനെ വെടിവെച്ചിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ രാമു പറയാണ്, എനിക്കതിന് പറ്റുമായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു എന്ന് തിരിച്ചു പറയണമെങ്കിൽ അവിടെ അതിനൊരു മാറ്ററുണ്ട്. ആ വർത്തമാനകാലത്തിൽ ആ പറയുന്ന സമയത്തിൽ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു മാറ്ററാണ്. അത് കാണിക്കുവാനാണ് ഹാവ് അവിടെ ആ റിലവൻസ്, ഇമ്പോർട്ടൻസ് കാണിക്കുവാനാണ് അവിടെ ഹാവ്. ഇപ്പോഴും അത് ഡിസ്കഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും അവിടെ ഒരു മാറ്ററായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രസൻറ്റുമായിട്ട് ബന്ധം ഉണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അതിനായിട്ട് പ്രസൻറ്റിൻ്റെ സാരഥിയായിട്ട് ഹാവ് അതിൽ കയറി നിൽക്കുന്നു. ഇനിയും ട്രാപ്ഡ് എന്ന വാക്കിലേക്ക് വരാം. അത് തേർഡ് ഫോമാണ്. തേർഡ് ഫോം എന്തൊക്കെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? സെക്കൻഡ് ഫോമല്ല, കഴിഞ്ഞു എന്നുള്ള അർത്ഥമല്ല ഇവിടെ അതിനുള്ളത്. നോക്കുക, ഇ ഡി ഇവിടെ ചേരുമ്പോൾ ഈ ദ ചാൻസ് ഈസ് ഗോൺ, അതായത് ഇനിയില്ല ചാൻസ്. ഓക്കെ, ഇ ഡി അതാണ് കാണിക്കുന്നത്. ദ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്, ആ അധ്യായം അടഞ്ഞു എന്ന രീതിയിൽ ചിന്തിക്കണം. ഓക്കെ, ഇനി ആ പുലിയെ കൊല്ലുവാൻ സാധിക്കില്ല രാമുവിന്. ഐ കുഡ് ഹാവ് ട്രാപ്ഡ് ദ ടൈഗർ, അതായത് വി കാൺ തിങ്ക് അബൌട്ട് ഡൂയിങ് ഇറ്റ് അഗെയിൻ. ഇനി അത് ചെയ്യുവാനായിട്ട് സാധ്യമല്ല, അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുവാൻ പറ്റില്ല. കാരണം എന്താ? ഓൾറെഡി അതിനെ ഫോറസ്റ്റ് ഒഫീഷ്യൽ കൊന്നുകളഞ്ഞു എന്നർത്ഥത്തിലാണ് ഇവിടെ ഇ ഡി നിൽക്കുക. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് 11F ആണ്, കുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോം. അതിൽ കുഡ് എന്തിനു വേണ്ടി, ഹാവ് എന്തിനു വേണ്ടി, ഇ ഡി എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ വീണ്ടും ഈ പറയുന്ന കുഡ് ഹാവ് തേർഡ് ഫോം അതിൻ്റേതായ സ്ട്രക്ചറിൽ പഠിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഈ വാചകം എടുത്താൽ
ശീലമാക്കുന്ന സമയത്ത് അർത്ഥം അറിയാതെ പോകരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് തന്നത്. ഇനി നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം കുഡ് ഹാവ് ഒന്നല്ല എടുക്കുക, 1, 2, 3 എന്ന രീതിയിലായിരിക്കും പോകുക. 43 ഘടനകളുണ്ടല്ലോ, അതിൽ 11ാമത്തെ ഘടനയിലേക്ക് വരുമ്പോഴാണ് ഇത് എടുക്കുക. അവിടെ വീണ്ടും ഇതിൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ കാണും. ഈ പറയുന്ന ഘടനയ്ക്ക് പല ഉപയോഗങ്ങളുണ്ട്. പല ജീവിത സാഹചര്യത്തിൽ പല പല അർത്ഥങ്ങളിലേക്ക് അത് മാറും. അപ്പോൾ അതും നമുക്ക് പഠിക്കുവാനുണ്ട്. അത് ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ്പ്രസിങ് ആൻ അൺയൂസ്ഡ് എബിലിറ്റി, തൊട്ട് താഴെ വരുമ്പോൾ എക്സ്പ്രസിങ് ആൻ അൺറിയലൈസ്ഡ് പാസ്റ്റ് പോസിബിലിറ്റി ഓർ എബിലിറ്റി. ഇനി നമ്മൾ പോകുമ്പോൾ എക്സ്പ്രസിങ് ക്രിറ്റിസിസം അബൌട്ട് പാസ്റ്റ് ഇൻആക്ഷൻസ്, എക്സ്പ്രസിങ് റിഗ്രറ്റ് അബൌട്ട് പാസ്റ്റ് ഇൻആക്ഷൻസ്. ഇതൊക്കെ നമ്മൾ അപ്പോൾ പഠിക്കും, ജീവിത സാഹചര്യങ്ങളിലൂടെ, ഇതേപോലെ തന്നെ കഥകളിലൂടെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കി തരാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. കുഡ് എന്തിനാണ്, ഓക്കെ ഹാവ് എന്തിനാണ്, ഇ.ഡി വന്നത് എന്തിനാണെന്ന് മാത്രം അവിടെ പറയുവാൻ ഞാൻ ഈ സമയം ഉപയോഗിച്ചു. ഓക്കെ, ഇനി നമ്മൾ സ്ട്രക്ചർ നമ്പർ 1 വരുമ്പോൾ, യഥാർത്ഥ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാകാം. കാരണം എന്താ, ഒരു വാചകം മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഘടന നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ബുക്കുണ്ട്, നമുക്ക് സ്റ്റഡി മെറ്റീരിയലുണ്ട്, നമുക്ക് എല്ലാ ഘടനയ്ക്കും സെൻറ്റൻസുകൾ ഉണ്ടാക്കുവാനുള്ള ബുക്ക്, അതിൻ്റെ അർത്ഥം അറിയുവാനുള്ള ഉദാഹരണങ്ങളുള്ള ബുക്ക്, ഇതെല്ലാം നമ്മൾക്ക് അവൈലബിളാണ്. അത് നമ്മൾ യഥാർത്ഥ ക്ലാസ്സിലേക്ക് വരുമ്പോൾ 1ാമത്തെ ഘടനയാണെങ്കിൽ 1ാമത്തെ സെൻറ്റൻസ് മേക്കിംഗ് ബുക്ക് എടുക്കും. അതുപോലെ തന്നെ 1ാമത്തെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്ന, അതിൻ്റെ ഗുണങ്ങൾ പറയുന്ന, ഉപയോഗങ്ങൾ പറയുന്ന, ആ ഉപയോഗങ്ങളുടെ ഉദാഹരണങ്ങളുള്ള ബുക്ക് വേറെയുണ്ട്. അതിലൊക്കെ നമ്മൾക്ക് കാണാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ ആയിരുന്നതിന് നന്ദി പറയുകയാണ്. ഓക്കെ, സമയം കൂടുതലെടുത്തു, എന്നാലും നിങ്ങൾക്ക് എന്താണ് ഒരു വാചക ഘടന, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ നിന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കുക, ഒരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബെൽ ബട്ടനൊക്കെ ഒന്ന് അമർത്തുക. നിങ്ങളുടെ ഇഷ്ടം ഇങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് കാണുമ്പോൾ, ഒരു കമൻറ്റ് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാവും. അത് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ടെങ്കിലാണ് ആ സന്തോഷം എത്രമാത്രം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയുക ഇല്ലേ? അപ്പോൾ അത് ചെയ്യുക. ഇത്രയും നേരം കൂടിയായിരുന്നതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന ഘടന എങ്ങനെ ശീലമാക്കുവാൻ സാധിക്കും എന്ന് നമ്മൾ കാണും. ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് അതിൽ നമ്മൾ കാണും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.